കൊച്ചിയിൽ അജ്ഞാത വാഹനം ഇടിച്ച് ഒരു ശുചീകരണ തൊഴിലാളി പരിക്കേൽക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഡ്രൈവർ പ്രത്യക്ഷപ്പെട്ടെങ്കിലും പെട്ടെന്ന് കാറുമായിട്ട് അപ്രത്യക്ഷമാവുകയാണ് ഉണ്ടായത്. അജ്ഞാത വാഹനം ഇടിച്ചാൽ ഹിറ്റ് ആൻഡ് റൺ കേസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇതിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി പ്രകാരം നഷ്ടപരിഹാരം കിട്ടുന്നതാണ്. നഷ്ടപരിഹാരത്തിനായിട്ട് സംഭവം നടന്ന സ്ഥലത്തെ ക്ലെയിമൻറ്റ് എൻക്വയറി ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കണം. അതിന് ആധാർ കാർഡിൻ്റെ കോപ്പി, ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി, ഒപ്പം തന്നെ FIR, ഇഞ്ചുറി സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട ഫോമിൽ പൂരിപ്പിച്ച് അപേക്ഷ നൽകണം. എൻക്വയറി ഓഫീസർ കൊടുക്കുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ അധ്യക്ഷനായിട്ടുള്ള സമിതി പരിശോധിക്കുകയും അതിൽ തുക നിശ്ചയിക്കുകയും നഷ്ടപരിഹാരം ലഭിക്കുന്നതാണ്. ഇനി അജ്ഞാത വാഹനം ഇടിച്ച് മരണം സംഭവിച്ചാലും നഷ്ടപരിഹാരമുണ്ട്. ആ നഷ്ടപരിഹാരത്തിനായിട്ടും ഇതേപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് അപേക്ഷ സമർപ്പിക്കണം. അതിനകത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒപ്പം തന്നെ FIR-ഉം എല്ലാം ഉണ്ടായിരിക്കണം. ഈ പറഞ്ഞ ആധാർ കാർഡിൻ്റെ കോപ്പിയും പാസ്ബുക്കിൻ്റെ കോപ്പിയും എല്ലാം സമർപ്പിച്ചു കഴിഞ്ഞിരുന്നാൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ പരിശോധിച്ചുകൊണ്ട് നഷ്ടപരിഹാരത്തിനായിട്ട് ഫോർവേഡ് ചെയ്യും. മരണം സംഭവിച്ചിരിക്കുന്ന കേസിൽ നഷ്ടപരിഹാരം 2 ലക്ഷം രൂപയാണ്. അത് ആശ്രിതർക്ക്, നിയമപരമായിട്ടുള്ള ആശ്രിതർക്ക് ലഭിക്കുന്നതാണ്. അതേസമയം ഗുരുതരമായി പരിക്കേറ്റവരെ സംബന്ധിച്ചിടത്തോളം 50,000 രൂപയാണ് നഷ്ടപരിഹാരം ലഭിക്കുക. അജ്ഞാത വാഹനങ്ങൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ വളരെ കൂടിയിരിക്കുന്നു. ഏതാണ്ട് 4805 അപകടങ്ങൾ ഉണ്ടായപ്പോൾ 400-ലധികം മരണമുണ്ടായി. എന്നാൽ 14 പേർ മാത്രമാണ് അപേക്ഷ സമർപ്പിച്ചത്. 2 പേരുടെ കാര്യത്തിലാണ് തീർപ്പുണ്ടായത്. റോഡുകളിൽ നടക്കുന്ന അപകടങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണല്ലോ. വിശദമായ വീഡിയോയ്ക്കായി ചാനൽ സന്ദർശിക്കുക.